ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരുവും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനോ സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധൂപയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ അധ്യായം 11, സ്കന്ധം 5, ജഡഭരതൻ രഘുഗുണ രാജാവിനെ ഉപദേശിക്കുന്നു എന്ന അധ്യായം നമുക്ക് വിശദമായി മനസ്സിലാക്കാം. സ്കന്ധം 5, അധ്യായം 11. ഈ അധ്യായത്തിൽ ജഡഭരത ബ്രാഹ്മണൻ രഘുഗണ മഹാരാജാവിനെ വിശദമായി നിർദ്ദേശിക്കുന്നു. അവൻ രാജാവിനോട് പറയുന്നു, നീ വളരെ പരിചയസമ്പന്നനല്ല, എന്നിട്ടും വലിയ ജ്ഞാനിയായി ഭാവിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ അറിവിൽ നിനക്ക് അഹങ്കാരം ഉണ്ട്. വാസ്തവത്തിൽ അതീന്ദ്രിയ തലത്തിലുള്ളൊരു വ്യക്തി അവന്റെ ആധ്യാത്മിക പുരോഗതി ബലി കഴിക്കുന്ന സാമൂഹിക പെരുമാറ്റങ്ങളിൽ ഗൗനിക്കാറില്ല. സാമൂഹിക പെരുമാറ്റം കർമ്മകാണ്ഡത്തിന്റെ ഭൗതിക നേട്ടത്തിന്റെ അധികാര അതിർത്തിക്കുള്ളിലാണ് വരുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ആർക്കും ആധ്യാത്മിക പുരോഗതി നേടാൻ കഴിയില്ല. ബദ്ധാത്മാവ് ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ സദാ ഭരിക്കപ്പെടുന്നു. തത്ഫലമായി അവൻ എപ്പോഴും ഭൗതിക പ്രയോജനങ്ങളുടെയും ശുഭകരവും അശുഭകരവുമായ ഭൗതിക കാര്യങ്ങളാലും സദാ ഉത്കണ്ഠപ്പെടുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നയിക്കുന്ന മനസ്സ് ജീവിതങ്ങൾ തോറും ഭൗതിക കർമ്മങ്ങളിൽ മുഴുകുന്നു. അപ്രകാരം അവൻ തുടർച്ചയായി പല തരത്തിലുള്ള ശരീരങ്ങൾ സ്വീകരിക്കുകയും ദുരിതപൂർണങ്ങളായ ഭൗതിക അവസ്ഥകളാൽ ക്ലേശിക്കുകയും ചെയ്യുന്നു. മനസ്സ് ചമയ്ക്കുന്ന കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിലാണ് സാമൂഹിക പെരുമാറ്റം രൂപപ്പെടുന്നത്. ഒരുവന്റെ മനസ്സ് ഇത്തരം കർമ്മങ്ങളിൽ മുഴുകുന്ന പക്ഷം അവൻ ഭൗതിക ലോകത്തിൽ ബദ്ധാവസ്ഥയിൽ തുടരും. വിവിധ തരത്തിലുള്ള അഭിപ്രായ പ്രകാരം നൂറുകളും ആയിരങ്ങളുമായി പരിണമിക്കാൻ കഴിവുള്ള 11 12 തരം മാനസിക പ്രവർത്തനങ്ങളുണ്ട്. കൃഷ്ണാവബോധമില്ലാത്തൊരു വ്യക്തി ഈ കെട്ടുകഥകൾക്കെല്ലാം വിഷയീഭവിക്കുകയും അപ്രകാരം ഭൗതിക ശക്തിയാൽ ഭരിക്കപ്പെടുകയും ചെയ്യുന്നു. മാനസിക കെട്ടുകഥകളിൽ നിന്ന് മുക്തരായ ജീവസത്തകൾ ഭൗതിക മാലിന്യങ്ങളില്ലാതെ പരിശുദ്ധമായ ജീവാത്മാവിന്റെ തലം പോകുന്നു. 2 തരം ജീവസത്തകളുണ്ട്: ജീവാത്മാവും പരമാത്മാവും. വ്യക്തിഗത ആത്മാവും പരമോന്നതനായ ആത്മാവും. ആ പരമോന്നതനായ ആത്മാവ് അദ്ദേഹത്തിന്റെ ആത്യന്തിക സാക്ഷാത്കാരത്തിൽ വാസുദേവ ഭഗവാൻ കൃഷ്ണൻ ആകുന്നു. അദ്ദേഹം എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രവേശിക്കുകയും ജീവസത്തയെ അവന്റെ വിഭിന്ന കർമ്മങ്ങളിൽ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ആകയാൽ അദ്ദേഹം എല്ലാ ജീവസത്തകളുടെയും പരമമായ ആശ്രയം ആകുന്നു. സാധാരണ മനുഷ്യരുമായുള്ള അനാവശ്യ സംസർഗത്തിൽ നിന്ന് പരിപൂർണ മുക്തനാകുമ്പോൾ ഒരുവന് പരമാത്മാവിനെയും അദ്ദേഹവുമായുള്ള ബന്ധത്തിലെ അവന്റെ പദവിയും മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ വിധത്തിൽ ഒരുവന് അജ്ഞതയുടെ സമുദ്രം തരണം ചെയ്യാൻ സാധിക്കും. ഭൗതിക ശക്തിയോടുള്ള ആകർഷണമാണ് ബദ്ധജീവിതത്തിന് നിദാനം. ഒരുവൻ ഈ മാനസിക കെട്ടുകഥകളെ അതിജീവിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരുവൻ ഒരിക്കലും ഭൗതികമായ ഉത്കണ്ഠകളിൽ നിന്ന് മോചിതനാവില്ല. ഊഹാപോഹങ്ങളുടെ കെട്ടുകഥകൾക്ക് യാതൊരു മൂല്യവുമില്ലെങ്കിലും അവയുടെ സ്വാധീനം വളരെ പ്രയാസമേറിയതാണ്. മനസ്സിനെ നിയന്ത്രിക്കുന്ന കാര്യം ആരും അവഗണിക്കരുത്. അവഗണിച്ചാൽ മനസ്സ് വളരെ ശക്തനാവുകയും അവൻ അവന്റെ യഥാർത്ഥ പദവി പെട്ടെന്ന് വിസ്മരിക്കുകയും ചെയ്യും. താൻ കൃഷ്ണന്റെ ശാശ്വത സേവകനാണെന്നതും കൃഷ്ണന് സേവനം ചെയ്യുക മാത്രമാണ് തന്റെ ജോലിയെന്നും വിസ്മരിക്കുന്ന ഒരുവൻ ഇന്ദ്രിയ വസ്തുക്കളെ സേവിക്കുവാൻ ഭൗതിക പ്രകൃതിയാൽ ശിക്ഷിക്കപ്പെടുന്നു. ഒരുവൻ ഊഹാപോഹങ്ങളുടെ കെട്ടുകഥകളെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെയും അവിടുത്തെ ഭക്തന്റെയും സേവനമാകുന്ന ഖഡ്ഗത്താൽ വധിക്കണം. ഗുരു കൃഷ്ണ പ്രസാദേ പായ ഭക്തിലതാ ബീജം എന്നാണ് ഇവിടെ പറയുന്നത്. ഈ അധ്യായത്തിൽ വളരെ വിശദമായിട്ട്
എപ്രകാരമാണ് ജഡഭരതൻ രഘുഗുണ രാജാവിനെ ഉപദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹരിബോൽ ഹരേ കൃഷ്ണ. ശ്ലോകം 1 നോക്കാം. ബ്രാഹ്മണ ഉവാച അകോവിദ കോവിദ വാദവാദാൻ വദസ്യഥോ നാദിവിദാം വരിഷ്ഠ നാസൂരയോ ഹി വ്യവഹാരമേനം തത്വാവദമസേന സഹാമനന്തി. അതായത് ജഡഭരത ബ്രാഹ്മണൻ പറഞ്ഞു തുടങ്ങി, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട രാജാവേ, നീ ഒട്ടും തന്നെ പരിചയസമ്പന്നനല്ലെങ്കിലും അതിവിദഗ്ധനെ പോലെ സംസാരിക്കുന്നു. പരിണത ഫലമായി നിന്നെ വൈദഗ്ധ്യമുള്ള വ്യക്തിയായി പരിഗണിക്കാൻ കഴിയില്ല. ഒരു യജമാനനും ഭൃത്യനും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയോ അല്ലെങ്കിൽ ഭൗതിക സുഖദുഃഖങ്ങളെ പറ്റിയോ അനുഭവജ്ഞാനമുള്ള ഒരു വ്യക്തി നീ സംസാരിക്കുന്നത് പോലെ ഒരിക്കലും സംസാരിക്കുകയില്ല. ഇവയെല്ലാം കേവലം ഭൗതിക കർമ്മങ്ങളാണ്. ഉന്നതനും വിദഗ്ധനുമായ ഒരു മനുഷ്യൻ ആത്യന്തിക സത്യത്തെ പരിഗണിച്ച് ഈ വിധത്തിൽ സംസാരിക്കാറില്ല. ഭാവാർത്ഥം നമുക്ക് നോക്കാം. കൃഷ്ണൻ ഇതുപോലെ അർജുനനെ ശാസിച്ചു. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ. ജ്ഞാനമുള്ള വാക്കുകൾ പറയുന്നതിനിടയിലും നീ ദുഃഖിക്കാൻ അർഹത ഇല്ലാത്തവയെ പറ്റി ദുഃഖിക്കുന്നു എന്ന് പറയുന്നു. ഭഗവത്ഗീത 2.11 ഇപ്രകാരം പറയുന്നത്. അതുപോലെ ജനങ്ങളിൽ പൊതുവെ 99% വിദഗ്ധരായ ഉപദേശകരെ പോലെ സംസാരിക്കുവാൻ ശ്രമിക്കുന്നു. വാസ്തവത്തിൽ അവർ ആധ്യാത്മിക ജ്ഞാനം ഇല്ലാത്തവരും അതുമൂലം കുട്ടികളെ പോലെ വിഡ്ഢിത്തം പുലമ്പുന്നവരുമാണ്. തത്ഫലമായി അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകുവാനും സാധിക്കില്ല. ഒരുവൻ കൃഷ്ണനിൽ നിന്നോ അദ്ദേഹത്തിന്റെ ഭക്തനിൽ നിന്നോ പഠിക്കണം. ഒരുവൻ ഈ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന പക്ഷം, അതായത് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ വാക്കുകൾക്ക് മൂല്യമുണ്ടാകുന്നു. ഇന്ന് ലോകം മുഴുവൻ വിഡ്ഢികളായ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭഗവത്ഗീത ഈ ജനങ്ങളെ മൂഢന്മാരെന്ന് വിളിക്കുന്നു. അവർ മനുഷ്യ സമൂഹത്തെ ഭരിക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൻ ആധ്യാത്മിക ജ്ഞാനം ഇല്ലാത്തവരായതിനാൽ സമഗ്ര ലോകവും താറുമാറായ അവസ്ഥയിലാണ്. ദുരിതപൂർണമായ ഈ അവസ്ഥകളിൽ നിന്ന് വിടുതൽ നേടാൻ ഒരുവൻ കൃഷ്ണാവബോധമുള്ളവനായി തീരുകയും ജഡഭരതൻ, കൃഷ്ണ ഭഗവാൻ, കപിലദേവൻ തുടങ്ങിയ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയും വേണം. ഭൗതിക ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏക മാർഗം അതാണ്. ശ്ലോകം 2 നോക്കാം. തഥൈവ രാജന്നുരുഗാഹമേധാം വിധാന വിദ്യോരു വിജൃംഭിതേഷു നാവേദവാദേഷു ഹി തത്വവാദ പ്രായേണ ശുദ്ധോനു ചകാസ്തി സാധു. അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട രാജാവേ, യജമാനനും ഭൃത്യനും തമ്മിലുള്ള ബന്ധം, രാജാവും പ്രജയും തമ്മിലുള്ള ബന്ധം മുതലായവയെ പറ്റിയുള്ള സംസാരങ്ങളെല്ലാം ഭൗതിക പ്രവൃത്തികളാണ്. ജനങ്ങൾക്ക് ഭൗതിക കർമ്മങ്ങളിൽ വിശ്വാസം ഉറപ്പിക്കാനും ഭൗതിക നേട്ടങ്ങൾക്കും വേണ്ടി വേദങ്ങളിൽ വ്യാഖ്യാനിച്ചിട്ടുള്ള യജ്ഞാദി കർമാനുഷ്ഠാനങ്ങളിലാണ് താല്പര്യം. അത്തരം ആളുകൾക്ക് തീർച്ചയായും ആധ്യാത്മിക പുരോഗതി ഉണ്ടാവില്ല തന്നെ. ഭാവാർത്ഥം നോക്കാം. ഈ ശ്ലോകത്തിലെ വേദവാദ, തത്വവാദ എന്നീ വാക്കുകൾ സ്വാർത്ഥകങ്ങളാണ്. ഭഗവത്ഗീത പ്രകാരം വേദങ്ങളുടെ അഥവാ വേദാന്ത സൂത്രത്തിന്റെ ലക്ഷ്യം അറിയാതെ വെറുതെ അവയോട് ആകർഷണം പുലർത്തുന്നവർ വേദവാദരഥ എന്ന് വിളിക്കപ്പെടുന്നു. യാം ഇമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിത വേദവാദരഥ പാർത്ഥ നാന്യത് അസ്തി ഇതി വാദിന കാമാത്മന സ്വർഗ പരാജന്മ കർമ്മ ഫലപ്രദാം ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യ ഗതിയും പ്രതി എന്ന് പറഞ്ഞാൽ, അല്പജ്ഞാനികളായ ആളുകൾ സ്വർഗീയ ഗ്രഹങ്ങളിലേക്കുള്ള ഉയർത്തൽ, സജ്ജന്മം, അധികാരം ആയവയ്ക്കുള്ള ഫലേച്ഛ കർമ്മങ്ങൾ ശുപാർശ ചെയ്യുന്ന വേദങ്ങളിലെ മനോഹരമായ വാക്കുകളാൽ ആസക്തരാണ്. ഇന്ദ്രിയ സുഖവും ജീവിത ഐശ്വര്യവും കാക്ഷിക്കുന്ന അവർ അവയിലും വലുതായി ഒന്നും തന്നെ ഇല്ലെന്ന് പറയുന്നു. സ്വയം ഭഗവത്ഗീത 2.42 മുതൽ 43 ഇതാണ് പ്രതിപാദിക്കുന്നത്. വേദങ്ങളിലെ വേദവാദ പിന്തുടർച്ചക്കാർ പൊതുവെ വൈദിക നിർദ്ദേശങ്ങൾ അനുസരിച്ച് യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന കർമ്മകാണ്ഡത്തിൽ തൽപരരാണ്. അതുപോലെ അവർ ഉന്നത ലോകങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നു. അവർ പൊതുവെ ചാതുർമാസ്യ സമ്പ്രദായം അനുഷ്ഠിക്കുന്നവരാണ്. അക്ഷയം ഹവൈ ചാതുർമാസ്യ യാചിന സുഹൃതം ഭവതി. ചാതുർമാസ്യ യജ്ഞം അനുഷ്ഠിക്കുന്ന ഒരുവൻ പുണ്യവാനായി തീരുന്നു. പുണ്യവാനായി തീർന്നാൽ അവൻ ഉന്നത ലോകങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടേക്കാം. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ.
വേദങ്ങളിലെ കർമ്മകാണ്ഡത്തിന്റെ ചില അനുയായികൾ ഉന്നത ജീവിത നിലവാരത്തിനു വേണ്ടിയുള്ള ഫലകാംക്ഷാ കർമ്മങ്ങളിൽ ആസക്തിയുള്ളവരാണ്. വേദങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം ഇതല്ലെന്ന് മറ്റുള്ളവർ വാദിക്കുന്നു. തത് യഥൈവേഹ കർമ്മജിത ലോകക്ഷീയതേ ഏവം ഏവം ഇത്ര പുണ്യജിത ലോക ക്ഷീയതേ. ഈ ലോകത്തിലെ ചിലർ ഒരു യാഥാസ്ഥിക കുടുംബത്തിലെ ജനനം, നല്ല വിദ്യാഭ്യാസം, സൗന്ദര്യം, സമ്പത്ത് മുതലായവയാൽ വളരെ ഉന്നത ജീവിത നിലവാരത്തിലുള്ളവരായി മാറാം. പൂർവജന്മത്തിലെ പുണ്യപ്രവൃത്തിക്ക് ലഭിക്കുന്ന പ്രതിഫലനങ്ങളാണ് ഇവയൊക്കെ. എങ്ങനെ തന്നെ ആയാലും പുണ്യകർമ്മങ്ങളുടെ ഫലം തീരുമ്പോൾ ഇവയെല്ലാം അവസാനിക്കും. നമുക്ക് പുണ്യകർമ്മങ്ങളിൽ ആസക്തി ഉണ്ടായാൽ അടുത്ത ജീവിതത്തിൽ ഈ ലൗകിക സൗകര്യങ്ങളെല്ലാം ലഭ്യമായേക്കാം. സ്വർഗീയ ലോകങ്ങളിൽ ജനിക്കാൻ കഴിഞ്ഞെന്നും വന്നേക്കാം. പക്ഷെ ഇവയെല്ലാം തന്നെ ക്രമേണ അവസാനിക്കും. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ഭഗവത്ഗീത 9-ാം അധ്യായത്തിലെ 21-ാം ശ്ലോകത്തിൽ പറയുന്നത് പോലെ പുണ്യകർമ്മങ്ങളുടെ ഫലശേഖരം തീരുമ്പോൾ ഒരുവൻ വീണ്ടും ഈ മർത്യലോകത്തിൽ വന്ന് ജന്മമെടുക്കും. വാസ്തവത്തിൽ വൈദിക ശാസന പ്രകാരം പുണ്യകർമ്മങ്ങളുടെ അനുഷ്ഠാനം വേദങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമല്ല. വേദങ്ങളുടെ വസ്തുനിഷ്ഠത ഭഗവത്ഗീതയിൽ വിശദീകരിച്ചിട്ടുണ്ട്. വേദേശ്ച സർവേർ അഹം ഏവ വേദ്യ. കൃഷ്ണനെ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ അറിയുകയാണ് വേദങ്ങളുടെ ലക്ഷ്യം. വേദവാദികൾക്ക് വാസ്തവത്തിൽ ജ്ഞാനത്തിൽ പുരോഗതിയില്ല. ജ്ഞാനകാന്ഡം അല്ലെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം പിന്തുടരുന്നവരും പൂർണ്ണരല്ല. എങ്ങനെ തന്നെ ആയാലും ഒരുവൻ ഉപാസനയുടെ തലത്തിലേക്ക് വരികയും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ആരാധന സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവൻ പരിപൂർണനായി തീരും. ആരാധനാം സർവേശാം വിഷ്ണോർ ആരാധനം പരം. വേദങ്ങളിൽ വിവിധ ദേവന്മാരുടെ ആരാധനയും യജ്ഞങ്ങളുടെ നിർണയവും നിശ്ചയമായും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത്തരം ആരാധനകൾ അധമങ്ങളാണ്. കാരണം വിഷ്ണുവാണ് ആത്യന്തിക ലക്ഷ്യമെന്ന് അവർക്കാർക്കും അറിയില്ല. നതേ വിദു സ്വാർത്ഥഗതിയും ഹി വിഷ്ണു. ഒരുവൻ വിഷ്ണു ആരാധനയുടെ ഭക്തിയോഗത്തിന്റെ തലത്തിലേക്ക് വരുമ്പോൾ ജീവിതത്തിന്റെ പരിപൂർണത നേടുന്നു. അല്ലാത്ത പക്ഷം ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരുവൻ ഒരു തത്വവാദി ആകില്ല. മറിച്ച് വൈദിക നിർദ്ദേശങ്ങളെ അന്ധമായി പിന്തുടരുന്ന ഒരു വേദവാദി ആയി മാറാം. ഒരു വേദവാദിക്ക് ആത്യന്തിക സത്യത്തിന്റെ തത്വങ്ങൾ അറിയുന്ന ഒരു തത്വവാദിയായി തീരുന്നത് വരെ ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തനായി പരിശുദ്ധനാകാൻ സാധിക്കില്ല. തത്വവും 3 സവിശേഷതകളിൽ അനുഭവേദ്യമാകും. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. ഒരുവൻ തത്വത്തെ ഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാലും വിഷ്ണു ഭഗവാനെയും അദ്ദേഹത്തിന്റെ വിസ്തരണങ്ങളെയും ആരാധിക്കണം. അല്ലാത്ത പക്ഷം അവൻ പരിപൂർണനാകില്ല. ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. അനേക ജന്മങ്ങൾക്ക് ശേഷം ജ്ഞാനിയായി തീരുന്ന ഒരുവൻ കൃഷ്ണന് ആത്മസമർപ്പണം ചെയ്യുന്നു. അല്പജ്ഞനും അല്പബുദ്ധിയുമായ ഒരാൾക്ക് ഭഗവാനെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ അഥവാ പരമാത്മാവിനെ അറിയാൻ കഴിയില്ലെന്നും, പക്ഷേ വേദധ്യാനത്തിന് ശേഷം നിരപേക്ഷ സത്യത്തെ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവൻ പരിപൂർണ ജ്ഞാനത്തിന്റെ തലത്തിലേക്ക് ഉയർന്നേക്കാമെന്നും ചുരുക്കം. ഹരിബോൽ. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം നോക്കാം. ശ്ലോകം 3. നാതസ്യ തത്വഗ്രഹണായ സാക്ഷാത് വരീയസീരപി വാച സമാസൻ സ്വപ്നേ നിരുക്ത്യ ഗൃഹമേതി സൗഖ്യം നായസ്യ ഹേയാനുമിതം സ്വയം സ്യാത്. താൻ ഉറക്കത്തിൽ കണ്ട ഒരു സ്വപ്നം മിഥ്യയായിരുന്നുവെന്ന് ഒരുവന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ സ്വാഭാവികമായി ബോധ്യമാകും. അതുപോലെ ഭൗതിക സന്തോഷം ഈ ജീവിതത്തിലായാലും അടുത്ത ജീവിതത്തിലായാലും ഈ ലോകത്തിലായാലും ഉന്നത ലോകത്തിലായാലും നിരർത്ഥകമാണെന്ന് ഒരാൾക്ക് ക്രമാനുഗതമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുവന് വേദങ്ങൾ ശ്രേഷ്ഠമായ സ്രോതസ്സാണെങ്കിലും സത്യത്തിന്റെ പ്രത്യക്ഷ സാക്ഷാത്കാരത്തിന് അവ അപര്യാപ്തങ്ങളാണെന്ന് ബോധ്യമാകുകയും ചെയ്യും. ഭാവാർത്ഥം നോക്കാം. പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പ്രേരണയാലുള്ള ഭൗതിക കർമ്മങ്ങൾക്ക് അതീന്ദ്രനായി തീരാൻ ത്രൈഗുണ്യ വിഷയാ വേദ നിസ്തർഗുണ്യോ ഭവാർജുന. ഭഗവത്ഗീത 2.45 ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നു. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പ്രവർത്തനങ്ങളെ അതീന്ദ്രീകരിക്കുകയാണ് വേദാധ്യായനത്തിന്റെ ലക്ഷ്യം. തീർച്ചയായും ഭൗതിക ലോകത്തിൽ സത്വഗുണം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. സത്വഗുണത്തിന്റെ തലത്തിലെത്തിയാൽ ഒരുവന്
ഉന്നത ലോകത്തിലേക്ക് ഉയർത്തപ്പെടുവാനും കഴിയും. എങ്ങനെ തന്നെയായാലും അത് പരിപൂർണതയല്ല. സത്വഗുണതലവും ശ്രേഷ്ഠമല്ലെന്ന നിഗമനത്തിൽ ഒരുവൻ എത്തിച്ചേരണം. താൻ പത്നിയും സന്താനങ്ങളും അടങ്ങുന്ന കുടുംബത്തോടു കൂടിയ ഒരു രാജാവായിരിക്കുന്നത് ഒരുവൻ സ്വപ്നത്തിൽ ദർശിച്ചേക്കാം. പക്ഷേ സ്വപ്നം അവസാനിച്ചാലുടൻ കണ്ടതൊക്കെ മിഥ്യയായിരുന്നുവെന്ന് അവന് ബോധ്യമാകുന്നു. അതുപോലെ ആത്മമോക്ഷം തേടുന്ന ഒരു വ്യക്തിക്ക് എല്ലാവിധത്തിലുള്ള ഭൗതിക സന്തോഷങ്ങളും അനഭികാമ്യങ്ങളാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഭൗതിക സന്തോഷത്തിനു വേണ്ടി തനിക്കൊന്നും ചെയ്യാനില്ലെന്ന് ബോധ്യം വരാത്തൊരു വ്യക്തിക്ക് ആത്യന്തിക സത്യം അഥവാ തത്വജ്ഞാനം മനസ്സിലാക്കാൻ കഴിയുന്ന തലത്തിലേക്ക് ഉയരാനാവില്ല. കർമ്മികളും ജ്ഞാനികളും യോഗികളും ഏതെങ്കിലും തരത്തിലുള്ള ഭൗതിക നേട്ടത്തിന് പിന്നാലെയാണ്. എപ്പോഴും കർമ്മികൾ ശരീരത്തിന് സുഖം നൽകുന്നതിന് വേണ്ടി രാവും പകലും ഒരുപോലെ അധ്വാനിക്കുമ്പോൾ ജ്ഞാനികൾ കർമ്മബന്ധനത്തിന്റെ കുരുക്കുകളിൽ നിന്ന് പുറത്തു ചാടി ബ്രഹ്മജ്യോതിസിൽ അലിഞ്ഞു ചേരാൻ കഴിയുമെന്ന് ആലോചിക്കുന്നു. യോഗികൾ ഭൗതിക പരിപൂർണതയും ഇന്ദ്രജാല ശക്തികളും നേടുന്നതിനുള്ള ആസക്തിയിലാണ്. ഭൗതികമായ പരിപൂർണത നേടാനുള്ള ശ്രമത്തിലാണ് ഇവരെല്ലാം. പക്ഷെ ഒരു ഭക്തൻ വളരെ അനായാസം ഭക്തിയുത സേവനത്തിലെ നിർഗുണ തലത്തിലെത്തുന്നു. പരിണത ഫലമായി ഭക്തന് കർമ്മജ്ഞാന യോഗങ്ങളുടെ എല്ലാം ഫലങ്ങൾ വെറും നിരർത്ഥകങ്ങളായി തോന്നുന്നു. ആയതിനാൽ ഒരു ഭക്തൻ മാത്രം എപ്പോഴും തത്വജ്ഞാന തലത്തിലായിരിക്കും, മറ്റാരും ആയിരിക്കില്ല. തീർച്ചയായും ജ്ഞാനിയുടെ പദവി കർമ്മിയുടേതിനേക്കാൾ ശ്രേഷ്ഠമാണെങ്കിലും അതും അപര്യാപ്തമാണ്. ജ്ഞാനി വാസ്തവത്തിൽ മോചിതനാവുകയും മോചനത്തിന് ശേഷം ഭക്തിയുത സേവനത്തിൽ മുഴുകുകയും ചെയ്യണം. ഭക്തിയും ലഭതേ പരം. ശരിക്കും ഇത് പറയുന്നത് വേദങ്ങളെ പൂർണ്ണമായും ഇവിടെ വിസ്തരിച്ചിരിക്കുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ വേദങ്ങളുടെ 90% കർമ്മകാണ്ഡ ആണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വരുന്ന ഒരു 10%-ൽ 7% ജ്ഞാനകാണ്ഡയും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. അതിനുശേഷം വരുന്ന 3%-ലാണ് ഉപാസനാകാണ്ഡോ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് മൂന്നും എന്താണെന്ന് വിശദമായി പരിശോധിക്കാം. കർമ്മകാണ്ഡോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭൗതിക ആവശ്യങ്ങൾക്കായിട്ട് 33 ദേവീ ദേവന്മാരെ എപ്രകാരം പ്രീതിപ്പെടുത്തണം, എപ്രകാരം അവരെ വർഷിപ്പ് ചെയ്യണം, എപ്രകാരം അവരിൽ നിന്ന് മെറ്റീരിയൽ ഓപ്പുലൻസ് ഭൗതിക നേട്ടങ്ങൾ നേടാൻ സാധിക്കും എന്നതിനെ പറ്റി വിശദമായി പ്രതിപാദിക്കുന്നതാണ് കർമ്മകാണ്ഡോ. ഇങ്ങനെ ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങൾക്കായിട്ടുള്ള ഫലകാംക്ഷ പ്രവൃത്തികൾ അടങ്ങുന്നതാ കർമ്മകാണ്ഡോ താണ്ടുന്ന ഒരാളെ അല്ലെങ്കിൽ അത് അനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ കർമ്മികൾ എന്നാണ് പറയുക. ഈ കർമ്മികൾ മോക്ഷാർത്ഥമായിട്ട് സ്വർഗലോക പ്രാപ്തി നേടുന്നു. അതിനുശേഷം വരുന്ന 7%-ൽ പ്രതിപാദിക്കുന്ന ജ്ഞാനകാണ്ഡോ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരെ ജ്ഞാനികൾ എന്ന് പറയുന്നു. ഈ ജ്ഞാനികൾ നേരത്തെ പറഞ്ഞ കർമ്മികളെക്കാൾ ശ്രേഷ്ഠരാണ് എന്ന് വ്യക്തം. കാരണം ജ്ഞാനികൾ യഥാർത്ഥ തത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഫലമായി അവർക്ക് മനസ്സിലാക്കുന്ന കാര്യം സർവം ബ്രഹ്മമയം എന്നാകുന്നു. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും സർവവ്യാപിയായിരിക്കുന്ന ഈശ്വര ചിന്ത അവർ സർവബ്രഹ്മത്തെയായി പരിഗണിപ്പിക്കുന്നു. അങ്ങനെ അവർ ആ ബ്രഹ്മത്തിൽ ലയിക്കാൻ അല്ലെങ്കിൽ അലിഞ്ഞു ചേരാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെ അവർ സായൂജ്യമുക്തിക്കായി ആഗ്രഹിക്കുന്ന ജ്ഞാനകാണ്ഡോ ഫോളോ ചെയ്യുന്ന ജ്ഞാനികൾ സായൂജ്യമുക്തി അടയാനാണ് താല്പര്യം കാണിക്കുക. ഈ സായൂജ്യമുക്തിയും ഭൗതിക ലോകത്തിൽ ബ്രഹ്മനിൽ ലയിക്കുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്ന 3%, വേദങ്ങളുടെ 3%-ൽ അന്ത്യത്തിൽ പറയുന്നത് ഉപാസനാകാണ്ഡോയാണ്. ഉപാസനാകാണ്ഡോയിലാണ് അഷ്ടാംഗ യോഗ പ്രൊസീജിയർ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഉപാസനാകാണ്ഡോ ഫോളോ ചെയ്യുന്ന ഒരാളെ യോഗിയായി പരിഗണിക്കുന്നു. ആ യോഗി അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്ത് സമാധി പൊസിഷനെത്തുമ്പോൾ ആ യോഗിക്ക് വളരെയധികം മിസ്റ്റിക് പവറുകൾ നേടാനാകുന്നു. ഈ മിസ്റ്റിക് പവറുകളെല്ലാം വെച്ച് അദ്ദേഹം മനസ്സിലാക്കുക, ഒരു യോഗി മനസ്സിലാക്കുക, എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യം തന്നെയാണ് ജീവചൈതന്യം. അതായത് അഹം ബ്രഹ്മാസ്മി എന്ന വിചാരത്തിൽ എത്തിപ്പെടുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെ എന്ന നിഗമനത്തിൽ യോഗികൾ എത്തിച്ചേരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഈശ്വര ചിന്തയുടെ വിചാരത്തിൽ 2ാമത്തെ നിലവാരത്തിലേക്ക് വരുന്നുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. 1ാമത്തെ നിലവാരത്തിൽ വരുന്ന ബ്രഹ്മൻ റിയലൈസേഷൻ ജ്ഞാനികൾക്കും 2ാമത്തെ നിലവാരത്തിൽ വരുന്ന പരമാത്മ റിയലൈസേഷൻ ഉപാസനാകാണ്ഡോ താണ്ടുന്ന യോഗികൾക്കും ലഭ്യമാകുന്നു.
എന്നാൽ ഒരു ഭക്തന് മാത്രമേ ഈ യോഗികളെക്കാൾ സർവശ്രേഷ്ഠമായിട്ട് ഭഗവത് ജ്ഞാനം, ഭഗവാനെ സച്ചിദാനന്ദ വിഗ്രഹ രൂപത്തിൽ ആരാധിക്കാൻ സാധിക്കുന്നുള്ളൂ. അത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠവും പരമവുമായ മൂന്നാമത്തെ തത്വജ്ഞാനമായി അംഗീകരിച്ചിരിക്കുന്നത്. അതാണ് ഭാഗവത്തിൽ പറയുന്ന ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. നാലൂടെ നോക്കാം. യാവൻ മനോരജസാ പുരുഷസ്യ സത്വേന വാ തമസാ വാനുരുദ്ധം ചേതോഭിരാകൂതിഭിരാദനോതി നിരങ്കുശം കുശലം ചേതരം വാ. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം മലിനമാക്കപ്പെടുന്നിടത്തോളം കാലം ജീവസത്തയുടെ മനസ്സ് തികച്ചും സ്വതന്ത്രനായ അനിയന്ത്രിതനായ ഒരു ആനയെ പോലെ ആയിരിക്കും. അവൻ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് പാപ പുണ്യ പ്രവൃത്തികളുടെ അധികാര അതിർത്തി വികസിപ്പിക്കുന്നു. അതിന്റെ ഫലമായി ഭൗതിക കർമ്മങ്ങളുടെ സന്തോഷങ്ങളും വേദനകളും അനുഭവിക്കാൻ ജീവസത്ത ഭൗതിക ലോകത്തിൽ തുടരുന്നു. ഭാവാർത്ഥം നോക്കാം. ഭൗതികമായ പാപ പുണ്യ കർമ്മങ്ങൾ രണ്ടും ഭക്തിയുത സേവനത്തിന്റെ തത്വങ്ങൾക്ക് വിരുദ്ധങ്ങളാണെന്ന് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു. ഭൗതിക ബന്ധനത്തിൽ നിന്നുള്ള മോചനമാണ് ഭക്തിയുത സേവനത്തിന്റെ ലക്ഷ്യം. പക്ഷേ പാപപുണ്യ പ്രവൃത്തികളുടെ ഫലമായി ജീവസത്തയ്ക്ക് ഭൗതിക ലോകത്തിൽ ബന്ധനത്തിൽ തുടരേണ്ടി വരുന്നു. മനസ്സ് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള പാപപുണ്യ പ്രവൃത്തികളാൽ വശീകരിക്കപ്പെടുന്ന പക്ഷം ഒരുവൻ ശാശ്വതമായി അന്ധകാരത്തിൽ തുടരുന്നു. അവന് ആത്യന്തിക തലം പ്രാപിക്കാൻ കഴിയില്ല. അവബോധത്തെ തമസിൽ നിന്ന് രജസ്സിലേക്കും രജസ്സിൽ നിന്ന് സത്വത്തിലേക്കും മാറ്റുന്നത് കൊണ്ട് യഥാർത്ഥത്തിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഭഗവത്ഗീതയിൽ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ സഗുണാൻ സമയീതൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഒരുവൻ ഭൗതികമായ പാപപുണ്യകർമ്മങ്ങൾ രണ്ടും ഭക്തിയുത സേവനത്തിന്റെ തത്വങ്ങൾക്ക് വിരുദ്ധങ്ങളാണെന്ന് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു. ഭൗതിക ബന്ധനത്തിൽ നിന്നുള്ള മോചനമാണ് ഭക്തിയുത സേവനത്തിന്റെ ലക്ഷ്യം. പക്ഷേ പാപപുണ്യ പ്രവൃത്തികളുടെ ഫലമായി ജീവസത്തയ്ക്ക് ഭൗതിക ലോകത്തിൽ ബന്ധനത്തിൽ തുടരേണ്ടി വരുന്നു. മനസ്സ് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള പാപപുണ്യ പ്രവൃത്തികളാൽ വശീകരിക്കപ്പെടുന്ന പക്ഷം ഒരുവൻ ശാശ്വതമായി അന്ധകാരത്തിൽ തുടരുന്നു. അവന് ആത്യന്തിക തലം പ്രാപിക്കുവാൻ കഴിയുന്നില്ല. അവബോധത്തെ തമസിൽ നിന്ന് രജസ്സിലേക്കും രജസ്സിൽ നിന്ന് സത്വത്തിലേക്കും മാറ്റുന്നത് കൊണ്ട് യഥാർത്ഥത്തിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഭഗവത്ഗീത 14.26 പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ സഗുണാൻ സമീതൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഒരുവൻ അതീന്ദ്രിയ തലത്തിലേക്ക് വരണം, അല്ലാത്ത പക്ഷം ജീവിതത്തിന്റെ ലക്ഷ്യം ഒരിക്കലും പൂർത്തീകരിക്കപ്പെടുകയില്ല. ഹരിബോൽ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇന്ന് നമുക്ക് ഇത്രയും മതി. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദയവായി ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഹരിബോൽ. ഹരേ കൃഷ്ണ. താങ്ക് യു.